എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹോട്ട് വീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് നിസാൻ ടെറാനോ ആണ്. നിസാൻ ടെറാനോ ഒരു സോഫ്റ്റ് റോഡാണ്, സോഫ്റ്റ് ഓഫ് റോഡ് എന്ന് പറയാം. നിസാൻ ലോഞ്ചസ് ദെയർ ഫസ്റ്റ് വെഹിക്കിൾ ഇൻ 1955. അതൊരു ജോങ്ക എന്ന് പറയുന്ന ഒരു മിലിറ്ററി വെഹിക്കിൾ ആയിട്ടായിരുന്നു വന്നിട്ടുള്ളത്. പിന്നെ അത് പാസഞ്ചർ വെഹിക്കിളായിട്ട് വന്നതിൻ്റെ റീസെൻ്റ് ആയിട്ടാണ്. ഇന്ത്യയിൽ വന്നത് ആദ്യം എക്സ്ട്രൈൽ എന്നൊരു പറയുന്നൊരു വാഹനമാണ്. എക്സ്ട്രൈൽ ശരിക്കും ഒരു ഓഫ് റോഡിങ് വെഹിക്കിളാണ്, കാരണം അതൊരു പാത്ത് ഫൈൻഡറിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വാഹനമാണ്. എക്സ്ട്രൈൽ മിഡിൽ ഈസ്റ്റിലും ഒരുപാട് വാഹനം ഇറങ്ങിയിട്ടുണ്ട്. കൂടാതെ പിന്നീട് വന്നിട്ടുള്ളത് ഒരു സെഡാൻ സെഗ്മെൻ്റ് ആയിട്ട് ടിയാനയായിട്ട് വന്നിട്ടുള്ളത്. ടിയാന വലിയൊരു ഹിറ്റാണ്, നോർത്തിലൊക്കെ നല്ലൊരു ഹിറ്റായിട്ടുള്ളൊരു വാഹനം, കാരണം ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിളാണ്. പിന്നീട് അത് വന്നിട്ടുള്ളത് മൈക്രയാണ്, അതൊരു ഹാച്ച് ബാക്കാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ആ ഹാച്ച് ബാക്കൊക്കെയാണ് വന്നപ്പോഴാണ് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി നിസാനെ പറ്റിയിട്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, റോഡ് ട്രാഫിക് കണ്ടീഷനിൽ എല്ലാവരും ഹാച്ച് ബാക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വന്നിട്ടുള്ളതാണ് സണ്ണി, നിസാൻ സണ്ണി. പിന്നീട് ഇവാലിയ വന്നു. ഇവാലിയ എന്ന് പറയുന്ന ഒരു ഹെവി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇന്നോവ പോലത്തുള്ള ഒരു സെഗ്മെൻറ്റ് വെഹിക്കിളാണ്. അതൊരു ഫാമിലി ഓറിയൻറ്റഡ്, അത് കൂടാതെ ഒരു ടാക്സി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. പിന്നീടാണ് ഇന്ത്യയിലേക്ക് ഈ റീസെൻ്റ് ആയിട്ട് വന്നിട്ടൊരു വാഹനമാണ് ടെറാനോ. നിസാൻ ടെറാനോ ഒരു സോഫ്റ്റ് ഓഫ് റോഡാണെന്ന് മുൻപേ പറഞ്ഞു. കാരണം ഇതൊരു ഏത് ടെറൈനിലാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സിറ്റി റൈഡ് ആയാലും ശരി, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടെറൈൻ ആയാലും ഇത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനം ലഭ്യമാണ്. ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ മുൻപ് ഒരു പ്രത്യേക സെഗ്മെൻറ്റ് വെഹിക്കിളാണ്. മുൻപ് ഈ സെഗ്മെൻറ്റിൽ ഇറങ്ങിയിട്ടൊരു വാഹനം എന്ന് പറയുന്നത് റെനോൻ്റെ ഡസ്റ്ററാണ്. ശരി നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോട്ടലിറ്റി നമ്മൾ സൈഡ് നോക്കുമ്പോൾ ശരിക്കും ഡസ്റ്ററിൻ്റെ ഒരു ഫീൽ വരുന്നുണ്ടെങ്കിലും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇൻ്റർനാഷണൽ ലുക്കാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് വന്നിട്ടുള്ള നിസാൻ്റെ തന്നെ ഒരു വാഹനമായ നിസാൻ പാട്രോൾ എന്ന് പറയും. അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള വാഹനമാണ്. അതൊരു ശരിക്കും ഒരു ഓഫ് റോഡാണ്. നമ്മൾ ഡെസേർട്ട് റൈഡിനോ അല്ലെങ്കിൽ ഡ്യൂൺ ബാഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നൊരു വാഹനമാണ് നിസാൻ പെട്രോൾ. നിസാൻ പെട്രോളിൻ്റെ ഒരു ഫ്രണ്ടേജാണ് ഈ ശരിക്കും ഈ വാഹനത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു ഇൻ്റർനാഷണൽ വെഹിക്കിൾ പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അത്രയും ഒരു നല്ലൊരു വൃത്തിയുള്ളൊരു ഫ്രണ്ടേജാണ്, നല്ലൊരു ഇൻ്റർനാഷണൽ ലുക്ക് കൊടുക്കുന്ന ഫ്രണ്ടേജ് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. ഇപ്പോൾ റെനോ ഡസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ടേജ് നോക്കുന്ന സമയത്ത് വല്ലാതെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് വാഹനത്തിനുള്ളത്. ഈ വാഹനം നോക്കുന്ന സമയത്ത് ശരിക്കും നല്ല ഒതുങ്ങിയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ലുക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും ഇൻ്റർനാഷണൽ ലുക്ക് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. കാരണം നിസാൻ പെട്രോൾ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റൈലിഷ് ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ആണ്. ഹെഡ്ലൈറ്റ്സ് സ്മോക്ഡ് ആണ്, കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ്സ് ആണ് ഈ വാഹനത്തിനുള്ളത് കൊടുത്തിട്ടുള്ളത്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ് പോലെ തന്നെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ് അല്ല, ഒരു റിഫ്ലക്ടറാണ്. ശരി, അതൊക്കെ ഒരു നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഈ വാഹനത്തിൽ കാണാൻ പറ്റും. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റെനോ ഡസ്റ്ററിൻ്റെ ബോണറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബോണറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിസാൻ പെട്രോൾ കാണുന്ന സമയത്ത് അതിൻ്റെ ബോണറ്റ് കുറച്ചുകൂടി ഫ്രണ്ടിൽ കുറച്ച് ബൾജി ആയിട്ടുള്ള ഒരു ബോണറ്റാണ്, കുറച്ചുകൂടി മസിലൊക്കെ ഉള്ളൊരു ബോണറ്റാണ്. കാരണം അതൊരു ഓഫ് റോഡാണ്. ഈ ഒരു വാഹനം അതുപോലെ തന്നെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിനും കൊടുത്തിട്ടുള്ളത്. സെൻറ്റർ പോർഷൻ കുറച്ച് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് ആ ഒരു വാഹനമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുകയും നല്ലൊരു ബോൾഡ് ലുക്ക് നമുക്കിതിന് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ വലിയൊരു നല്ലൊരു സ്പോർട്ടി ഫീൽ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എയർ ഡാംസ് ആണ്. 2 ഫോഗ് ലാംപ്സ് ഉണ്ട്. ശരിക്കും നമ്മൾ മുൻപ് പറഞ്ഞത് നല്ലൊരു ഇൻ്റർനാഷണൽ ലുക്ക് വരുന്നുണ്ട്. കൂടാതെ നല്ലൊരു സ്പോർട്ടി ഫീലും കൂടി ഈ ഒരു വാഹനത്തിന് ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. കളേഴ്സിൻ്റെ ഒരു വാഹനമായിട്ടുള്ള മിക്സറിങ്ങിനാണ് എപ്പോഴും ഒരു സ്പോർട്ടി ഫീൽ കൊടുക്കാറ്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കളേഴ്സും മിക്സഡ് ആയിട്ടുള്ളത്. ബ്ലാക്കും സിൽവർ കളറും അല്ലെങ്കിൽ ഒരു ക്രോം ഫിനിഷിയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രില്ലൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളത്. നിസാൻ ടെറാനോയുടെ ബാക്ക് പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് പോർഷൻ കാണുമ്പോൾ തന്നെ പറയാം, നമുക്ക് ഇതിൻ്റെ ടെയിൽ ലാംപ്സാണ് ശരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ടെയിൽ ലാംപ്സ് ശരിക്കും ഒരു എം ക്ലാസിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിംഗ് ആയിട്ടുള്ള വന്നിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ്. അത് ഒരിക്കലും ഒരു വലിയൊരു രീതിയിൽ സജ്ജീകരിച്ചില്ല. കാരണം സ്ലീക്കായിട്ടും ചെറുതായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് കാണാൻ ശരിക്കും ഒരു മുമ്പത്തെ പോർഷനിലുള്ള പോലെ തന്നെ ശരിക്കും നല്ലൊരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്ക് പോർഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. 475 ലിറ്റേഴ്സാണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. കൂടാതെ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഒരു 5 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ലോങ് ജേണിക്ക് പോകാനും ഈ വാഹനത്തിൽ സാധ്യമാണ്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ 2 പേര് പോകുകയാണെങ്കിൽ അത്യാവശ്യം കുറേ ലഗേജസ് ഉണ്ടെങ്കിൽ നടുവത്തെ റോ നമുക്ക് മടക്കി വെച്ചിട്ട് അത് 900 ലിറ്റേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ബൂട്ട് സ്പേസ്. നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നിസാൻ ടെറാനോ. മസ്കുലർ ഫീൽ തന്നെയാണ് ശരിക്കും സൈഡ് പോർഷന് കൊടുത്തിട്ടുള്ളത്. റെനോ ഡസ്റ്ററും സെയിം ഒരു കാറ്റഗറി സെയിം ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്കിത് കുറച്ചും കൂടി ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യും. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എലോയ്സ് മെഷീൻ ഡയമണ്ട് കട്ട് എലോയ്സ് ആണ്. ശരിക്കും ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിംഗ് ആണ് ശരിക്കും അതിൻ്റെ ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. എലോയ്സ് എന്ന് പറയുന്നത് സ്റ്റൈലിംഗ് ആണ്. കൂടാതെ റൂഫ് റെയിൽസ് ഉണ്ട്. ടോട്ടാലിറ്റി ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു കളറിങ്ങിനെ പറ്റിയിട്ട് ഒരു ശരിക്കും ഒരു സ്പോട്ടി ഫീലിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിസാൻ ടെറാനോയുടെ കളർ എന്ന് പറയുന്നത് സ്റ്റെർലിംഗ് ഗ്രേ ആണ്. സ്റ്റെർലിംഗ് ഗ്രേൻ്റെ കൂടെ നമ്മളൊരു സിൽവർ കളേഴ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രോം ഫിനിഷൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്പോട്ടി ഫീൽ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു കളർ പാറ്റേൺ തന്നെ നമ്മൾ വാഹനങ്ങൾക്ക് കൊടുക്കുന്നത്. ടെറാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എത്രത്തോളം പവർ ഉണ്ട്. എൻജിൻ റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 110 BHP ആണ്. 110 BHP ഒരു ഡീസൽ വേരിയൻറ്റ് വെഹിക്കിളാണിത്. കൂടാതെ 85 BHP വെഹിക്കിളും ഉണ്ട്. ഇതിൻ്റെ ഒരു ലിറ്റേഴ്സ് എന്ന് പറയുന്നത് 1.5 ലിറ്റേഴ്സാണ്. ഏറ്റവും നല്ലൊരു എൻജിൻ സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ഈ വാഹനത്തിനുള്ളത്. ഇത് നല്ല പവർ തരികയും നല്ലൊരു ടോർക്ക് കിട്ടുകയും കൂടാതെ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എൻജിൻ കൂടിയാണ് നിസാൻ ടെറാനോൻ്റെത്. എക്സ്റ്റീരിയർ പോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയ രീതി തന്നെയാണ് ഇൻറ്റീരിയറും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി പിയാനോ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ് ശരിക്കും ഇതിൻ്റെ ഡാഷ്ബോർഡ്. ബീച്ച് കളറും കൂടി മിക്സഡ് ആയിട്ടാണ് ശരിക്കും വന്നിട്ടുള്ളത്. അത് ഡ്യുവൽ ടോൺ കളേഴ്സിലാണ് ശരിക്കും വന്നിട്ടുള്ളത്. നിസാൻ പാട്രോൾ എന്ന് പറയുന്ന ഒരു വാഹനത്തിനുള്ളിൽ കയറുന്ന അതേ ഒരു ഫീലിംഗ് തന്നെയാണ് ശരിക്കും നമുക്ക് ഈ ഒരു വാഹനത്തിനും കിട്ടിയിട്ടുള്ളത്. XV എന്ന് പറയുന്ന മോഡലിന് ഓഡിയോ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല സ്പോട്ടി ആയിട്ടുള്ള ഫീല് കൊടുക്കുന്ന ഒരു ഗിയർ നോബ് വരുന്നുണ്ട്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ നല്ല ഗ്രിപ്പും അതിന് കിട്ടുന്നു. നമുക്ക് ശരിക്കും നല്ലൊരു ടേൺ കിട്ടുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ തന്നെ നല്ല ഗ്രിപ്പോട് കൂടി തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ഫാബ്രിക് ആയിട്ടുള്ളൊരു സീറ്റ്സാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഡോർ നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രിം ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു സ്ട്രിപ്പും കാര്യങ്ങളും അത് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. ടെറാനോയുടെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. BHPൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ARAI സർട്ടിഫിക്കറ്റ് മൈലേജ് എന്ന് പറയുന്നത് 19 കിലോമീറ്റേഴ്സാണ്. ശരിക്കും ഇതിൻ്റെ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് ഏകദേശം ഒരു 17-18 വരെയൊക്കെ കസ്റ്റമർ ഫീഡ്ബാക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. കൂടാതെ 85-ന് 20 കിലോമീറ്റേഴ്സാണ് മൈലേജ് പറയുന്നത്. ഈ ഒരു വാഹനങ്ങളുടെ വില ഇത് ഒരുപാട് വേരിയൻസിൽ വരുന്നുണ്ട്. ഈ വാഹനം ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 9,77,000 നിന്ന് 12,68,000 വരയ്ക്കും ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസസാണ്. ഇത് ശരിക്കും അത്രയും ഒരു വേരിയൻ്റ് ഉള്ളതുകൊണ്ട് അത്രയും വിലേൻ്റെ കാര്യങ്ങൾ വരുന്നത്. കൂടാതെ ഈ ഒരു വാഹനത്തിന് കളേഴ്സ് ശരിക്കും വരുന്നത് 6 വേരിയൻറ്റിൽ നമുക്ക് ഈ വാഹനങ്ങൾ ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിസാൻ ടെറാനോ 110 XV എന്ന മോഡലാണ്. ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 12,38,000 റുപ്പീസാണ് എക്സ്ഷോറൂം പ്രൈസ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഇപ്പം കഴിഞ്ഞ ഡസ്റ്ററിനെക്കാട്ടും കുറച്ചും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ശരിക്കും തീർച്ചയായും നിസാൻ ടെറാനോ. നമ്മളിപ്പം ഇതിൻ്റെ സ്റ്റിയറിംഗ് ശരിക്കും പൊതുവേ നമ്മൾ റെനോ ഡസ്റ്റർ എന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ടോട്ടലി ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഇലക്ട്രോ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് സിസ്റ്റമാണ് ഈ വാഹനത്തിനുള്ളത്. റെനോ ഡസ്റ്ററിന് ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു കേർവ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെയർ പിൻ ബെൻഡ് പറയുന്ന സമയത്തോ നമുക്ക് വണ്ടി കയ്യിൽ ഒതുങ്ങാത്ത പോലെ ഫീൽ ചെയ്യും. നമുക്ക് ഒരിക്കലും റിട്ടേൺ സ്റ്റിയറിംഗ് വരില്ല. പക്ഷെ അതൊക്കെ മാറ്റി ഒഴിവാക്കിക്കൊണ്ടാണ് ശരിക്കും ഈ ഒരു നിസാൻ ടെറാനോയിൽ ഈ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈവബിലിറ്റി
ഭയങ്കര ഈസിയായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ശരിക്കും കേർവ്സ് എടുക്കാനോ നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി വിട്ടു പോകാത്ത രീതിയിൽ നമുക്കിത് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കംപ്ലീറ്റ് റിച്ച്നെസ് ശരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ശരിക്കും മുൻപേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ടോട്ടൽ ഇൻറ്റീരിയറിൻ്റെ ഒരു കാര്യം എല്ലാം ഒരു നല്ല ബീച്ച് കളർ, നല്ല ഡ്യുവൽ ടോൺ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം കുറച്ച് റിച്ച് ആയിട്ട്, അതായത് കുറച്ച് റോയൽ ഒരു ഫീൽ. അതിപ്പം നിസാൻ എന്ന് പറയുന്ന ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിളാണ് ശരിക്കും ആൾക്കാർ കാണുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഒരു AC വെൻറ്റ് വന്നിട്ടുണ്ട് ബാക്കിൽ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട്. കൂടാതെ ഇതിൻ്റെ ഫ്രണ്ട് AC വെൻറ്റ്സ് വരുന്നത് ശരിക്കും ഓഡിൻ്റെ ഒരു ഓഡി Q3 ആ ഒരു സെഗ്മെൻറ്റ് വെഹിക്കിൾസിന് വരുന്ന AC വെൻറ്റാണ് ശരിക്കും ഫ്രണ്ടിലുള്ളത്. അതൊക്കെ തന്നെ ഇപ്പം ഒരു ഓഡി സിസ്റ്റം ഉണ്ട്, നല്ല സ്പീക്കേഴ്സ് ഉണ്ട്, 6+1 7 ഗിയർ ആണ് ശരിക്കും നമ്മുടെ ഗിയർ സിസ്റ്റം വരുന്നത്. ശരിക്കും നല്ല 2 എയർ ബാഗ്സ് ഉണ്ട്, ഒരുപാട് യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ടോട്ടലി നമ്മൾ ഈ വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ഫീൽ നമുക്ക് നിസാൻ ടെറാനോ തരുന്നുണ്ട്. ശരിക്കും പൊതുവെ ക്ലസ്റ്റേഴ്സ് ഭയങ്കര ലൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രികാല യാത്രകളിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. കാരണം കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരും. വളരെ സ്മൂത്തായിട്ട് വരുന്ന ഒരു ലൈറ്റാണ്, കണ്ണിലേക്ക് വല്ലാതെ അടിക്കില്ല. ഇത് ശരിക്കും ഒരു പ്ലസ് പോയിൻ്റാണ്. മറ്റുള്ള വാഹനങ്ങൾ ഇപ്പം റെനോ ഡസ്റ്ററിനും സെയിം ഒരു ക്ലസ്റ്റേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ട് തന്നെയാലും മറ്റുള്ള ഒരു SUV അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് വെഹിക്കിൾസ് നമുക്ക് ഓടിക്കുമ്പോൾ പോലെയുള്ള അതിൻ്റെ റിച്ച്നെസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഇത് വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു നല്ലൊരു സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സൈഡ് ഡോർ ഹാൻഡിൽസ് നല്ലൊരു സ്ട്രിപ്പാണ് വന്നത്, ബ്ലാക്ക് സ്ട്രിപ്സ്. ഇതൊക്കെ നമുക്ക് കണ്ടുവരുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു ഹെവി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിൾസിന് വരുന്നുള്ള കാര്യങ്ങളാണ്. ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. ടോട്ടാലിറ്റി നോക്കുമ്പോൾ നമുക്ക് റിച്ച്നെസ്സും ഉണ്ട്, അതിൻ്റെ ഒരു ടോട്ടൽ ഒരു സേഫ്റ്റി നമുക്ക് ഈ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് വാഹനം യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റ്സാണ്. സീറ്റ്സ് ഇത് നമ്മളിപ്പം ഈ XV എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സീറ്റ്സ് എന്ന് പറയുന്നത് ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഒരു ഹൈ എൻഡ് വേർഷൻ ഉണ്ട്. ഹൈ എൻഡ് വേർഷനിലാണ് ശരിക്കും ഇതിൻ്റെ ലെതർ സീറ്റ്സ് അവർ തരുന്നത്. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനം നിസാൻ്റെ സ്റ്റേബിളിലെ ടെറാനോ എന്ന് പറയുന്ന 3rd ജനറേഷൻ വെഹിക്കിളാണ്. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്. ഈ വാഹനത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു EVM നിസാൻ്റെ GM മിസ്റ്റർ എൻമോ സ്റ്റാംപ്റ്റൺ. സർ, വെൽക്കം ടു ഷോ. സർ, ഈ വാഹനം ഇപ്പം റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു വാഹനം, അതായത് ഇപ്പം എക്സ്ട്രയിലിന് ശേഷം ഒരു സോഫ്റ്റ് റോഡ് അല്ലെങ്കിൽ ഒരു SUV ടൈപ്പ് കൈൻഡ് ഓഫ് വാഹനം ഇത് രണ്ടാമത്തെയാണ്. സർ, ഇതിൻ്റെ കൂടുതൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനം നിസാൻ്റെ സ്റ്റേബിളിലെ ടെറാനോ എന്ന് പറയുന്ന 3rd ജനറേഷൻ വെഹിക്കിളാണ്. ഓക്കെ. ഇതിന് മുമ്പും 2 മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇന്ത്യയിൽ ഈ മോഡൽ 3rd മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഇനി അങ്ങോട്ട് ഇന്ത്യയിൽ നിന്നാണ് ഇത് വേൾഡ് വൈഡ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലാണ് ഇപ്പം ആക്ച്വലി ഈ ടെറാനോ എന്ന് പറയുന്ന മോഡൽ വന്നിട്ടുള്ളത് ഫസ്റ്റ്. ഓക്കെ. അപ്പം അത് ഇൻ്റർനാഷണലി വേറെ ഒരു മോഡൽ ഇപ്പം കമ്പയർ ചെയ്യാൻ പറ്റിയ മോഡൽ വേറെ ഇൻ്റർനാഷണലി നമ്മുടെ റിനോൾട്ട് ഡസ്റ്ററുമായിട്ട് അത് കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ റിനോൾട്ട് നോർമലി അറിയപ്പെടുന്നത് ഒരു സാധാരണക്കാരൻ്റെ ഒരു ലോ റേഞ്ച് ബഡ്ജറ്റ് വെഹിക്കിളായിട്ടാണ്. വേറെ നിസാൻ അറിയപ്പെടുന്നത് ഈ സെഗ്മെൻറ്റിലെ ഒരു ലീഡറായിട്ടാണ് അറിയപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ രണ്ടുപേരും ഷെയർ ചെയ്യുന്നത് നിസാൻ്റെ വേഴ്സറ്റൈൽ V പ്ലാറ്റ്ഫോമാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ 2 വാഹനത്തിനും ഏകദേശം ഒരു സിമിലർ ലുക്ക് വന്നിട്ടുള്ളത്. പൊതുവേ നമ്മൾ സൈഡിൽ നിന്ന് കാണുമ്പം സെയിം ഡസ്റ്റർ നിൽക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന് പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഡസ്റ്ററിൻ്റെ അത്ര ഒരു ബൾജി അല്ല, എന്നാലും ഒരു മസ്കുലർ ആയിട്ടുള്ള രീതിയിലാണ് ഇത് കാണുന്നത്. അതിൽ വിശാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലങ്ങളിൽ വളരെ എക്കണോമിക് മാനുഫാക്ചറിങ് ആണ് എല്ലാവരും നോക്കുന്നത്. ഒരു കമ്പനിയുടെ ചെയിൻ ഓഫ് ലൈൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 4500 കോടി രൂപയോളമാണ്. ഓക്കെ. സോ അതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിസാൻ സണ്ണി, റിനോൾട്ട് സ്കാല, റിനോൾട്ട് ഡസ്റ്റർ, നിസാൻ ടെറാനോ എല്ലാം ഒരു സിംഗിൾ ചെയിൻ ഓഫ് ലൈൻ നിന്ന് മാനുഫാക്ചർ ചെയ്യാൻ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഈ വണ്ടികൾക്ക് ഏകദേശം സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു വരാം.
അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് താമസിക്കുന്ന നിസാൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നിസാൻ എന്ന് പറയുന്നൊരു വാഹനം. പക്ഷേ അത് ജനങ്ങൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അത് നിസാനിന് ഒരു രീതിയിൽ ഒരു വലിയൊരു ജനപ്രിയത ഇപ്പോൾ മാരുതി അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ള ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡർ ഇപ്പോൾ ടൊയോട്ട പോലെ അങ്ങോട്ട് വലിയൊരു ഹിറ്റാവാൻ സാധിക്കുന്നില്ല. അത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നൊക്കെയാണ് പറയുക. പക്ഷേ എന്നാലും അത് ആ ഒരു പെട്ടെന്നുള്ളൊരു ഹൈപ്പ് ഒരിക്കലും നിസാനിന് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെ ഒരു സ്പെയർസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പറയുന്ന പോലെ ഒരു സർവീസിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ആളുകൾ ഒരുപക്ഷെ നോക്കുന്ന സമയത്ത് അത്ര പോലും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനീന് വാഹനം എടുക്കുന്ന സമയത്തുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധിക്കും. സാറിന് ഇപ്പോൾ ഒരു കസ്റ്റമർ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ വന്നിട്ടുണ്ടോ? അതിന് കസ്റ്റമർക്ക് സാധാരണഗതിയിൽ അങ്ങനത്തെ ചിന്താഗതികൾ വരുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിസാൻ ആകെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. 2010 നിസാൻ ഇന്ത്യയിലേക്ക് വരുന്നത്. 2000-ൽ 97-ലും 98-ഉം ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പല കമ്പനികളും വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പൽ, ഒരുപാട് ഫോർഡ്, അങ്ങനെ കുറേ കമ്പനീസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിസാൻ കുറച്ചുകൂടെ ചൈനയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. അത് പ്രകാരം അവർക്ക് ഇന്ത്യയിൽ അധികം ഐഡിയ ഇല്ലായിരുന്നു. പിന്നെയാണ് ഇന്ത്യയുടെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇന്ത്യയിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു ടെറാനോ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് വെഹിക്കിൾ തന്നെയാണല്ലോ. ടെറാനോ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് എത്രത്തോളം ആളുകളിലേക്ക് ഹിറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്? ഓൾറെഡി നമുക്ക് നല്ലൊരു ബുക്കിംഗ് വന്നിട്ടുണ്ട്. ആ ബുക്കിങ്ങിൻ്റെ ഒരു അവലോകനം നടത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ വെഹിക്കിൾ ഓൾറെഡി ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്ന്. പിന്നെ ഇതിൻ്റെ സർവീസ് നെറ്റ്വർക്ക് വെറും 3 കൊല്ലം കാലയളവിലാണ് ഇന്ത്യയിൽ ഓൾറെഡി ഫസ്റ്റ് ഡീലർഷിപ്പ് 2010-ൽ വന്ന ശേഷം 3 കൊല്ലം കാലയളവിലാണ് 9 ഡീലർഷിപ്പായിട്ട് ഇൻക്രീസ് ചെയ്തത്. അടുത്ത 2016 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3rd ലാർജസ്റ്റ് മാനുഫാക്ചറിൽ ഒന്ന് നിസാൻ ആയിരിക്കും. ഏകദേശം 5 ലക്ഷം കാർ കലണ്ടർ ഇയർ മാനുഫാക്ചറിങ് ചെയ്യാനുള്ള പ്ലാന്റാണ് ചെന്നൈയിൽ സ്ഥാപിതമായിട്ടുള്ളത്. അതാണ് അവരുടെ ടാർഗറ്റ്. 5 lakh വെഹിക്കിളാണ് അവരുടെ ടാർഗറ്റ് വരുന്നത്. അതുപോലെ തന്നെ അവരുദ്ദേശിക്കുന്നത് അവരുടെ എക്സ്പോർട്ടിൽ ഏകദേശം ഭൂരിപക്ഷവും ഇന്ത്യയിൽ നിന്ന് നടത്തണമെന്നാണ്. കാരണം ഇന്ത്യയിലെ മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ കുറവായതുകൊണ്ടും അവർക്ക് ഓൾറെഡി നമ്മുടെ കോമൺ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ടും ഏകദേശം കഴിഞ്ഞ കൊല്ലം 1 ലക്ഷം കാറോളം അവർ കയറ്റി അയച്ചു. വേറെ ഇന്ത്യൻ മാർക്കറ്റിൽ അവരാകെ വിറ്റത് 30,000 കാറാണ്. അപ്പോൾ അത്രത്തോളം ഇപ്പോൾ ഇൻ്റർനാഷണൽ നോക്കുകയാണെങ്കിൽ നിസാൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്, നിസാനിലുള്ളൊരു മാർക്കറ്റ് തീർച്ചയായും അത് ഇൻ്റർനാഷണലി ഒരു ബ്രാൻഡാണ്. ഇൻ്റർനാഷണൽ തന്നെയാണ് മാർക്കറ്റ്. ഇന്ത്യയിലേക്ക് ആ മാർക്കറ്റ് ആയി വരുന്നുള്ളൂ. ഇന്ത്യയിൽ അത്രത്തോളം അതൊരു ഫെമിലിയർ ആയിട്ട് വരുന്നുള്ളൂ വണ്ടി. പലർക്കും അറിയുണ്ടാവില്ല അത് എങ്ങനെ ഒരു വാഹനം യൂസ് ചെയ്യണമെന്നുള്ളത്. കാരണം ഒരുപാട് വാഹനങ്ങൾ വരുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആയിരിക്കും. പല വാഹനങ്ങളും പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് ലൈഫ് കിട്ടുന്നത് ലൈഫും പല രീതിയിലാണ്. ഇപ്പോൾ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൈലേജ് കിട്ടുന്നത് ഇത് ശരിക്കും നിസാനെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ആ ഒരു പാക്കേജ്? നിസാൻ വാഹനങ്ങൾ പൊതുവെ എക്കോണമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഈസി ടു മെയിൻറ്റെയിൻ വെഹിക്കിളാണ്. 10,000 കിലോമീറ്ററിൽ മാത്രമേ സർവീസസ് വരുന്നുള്ളൂ എവറി 10,000. അപ്പം അതിൻ്റെതായ എക്സ്പെൻസസേ വരുന്നുള്ളൂ, വളരെ മിനിമൽ എക്സ്പെൻസസ്. പൊതുവെയുള്ള ബാക്കിയുള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ 2,000 അല്ലെങ്കിൽ ഒരു 5,000 വരുന്ന സമയത്ത് ഈ ഒരു നിസാന് വരുന്നത് 10,000 ആണ്. അപ്പം പൊതുവേ നമ്മളിപ്പോൾ ഈ ഒരു 10,000 20,000 എന്ന് പറയുന്നത് ശരിക്കും പ്രീമിയം സെഗ്മെൻറ്റ് പോലുള്ള വാഹനങ്ങൾ, ഇപ്പോൾ ഓഡി അല്ലെങ്കിൽ ബെൻസ് പോലുള്ള വാഹനങ്ങൾക്കാണ് ഇത്രയും ടൈം പീരീഡ് നമുക്കൊരു ഫസ്റ്റ് സർവീസിന് വരുന്നത്. ശരിക്കും അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമല്ലേ? അതൊരു പോസിറ്റീവ് സെൻസാണ്. അതായത് വണ്ടിയുടെ ഈസി ടു മെയിൻറ്റെയിൻ ഫാക്ട്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ വർദ്ധിച്ചു വരുന്ന ഇൻക്രീസിങ് സർവീസ് നെറ്റ്വർക്ക്. അടുത്ത 2016 ആകുമ്പോൾ തന്നെ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ 9 ജില്ലകളിലുണ്ട് കേരളത്തിൽ. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 9 ജില്ലകളിൽ സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സർവീസിനെ കുറിച്ച് ഭയക്കേണ്ടതില്ല. വണ്ടി ഓടിക്കുന്ന കേസിൽ പറയുകയാണെങ്കിൽ നിസാൻ ഏറ്റവും റഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും പറ്റുന്ന വെഹിക്കിളായിട്ടാണ് ഗൾഫിലും എല്ലാ സ്ഥലത്തും അറിയപ്പെടാറുള്ളത്. എത്ര മോശമായി വണ്ടി ഓടിച്ചാലും അങ്ങനെ വണ്ടികൾക്ക് അധികം ഒന്നും മെയിൻ്റനൻസ് വരാത്തൊരു വണ്ടികളായിട്ടാണ് നിസാൻ അറിയപ്പെടുന്നത്. അതുതന്നെയാണ് നിസാൻ്റെ ഒരു ഏറ്റവും വലിയ വിജയവും. ഇപ്പോൾ നമ്മളിപ്പം പല രീതിയിൽ ഇപ്പോൾ ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നത്, ഇപ്പോൾ റാഷ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർ, ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റാഷായിട്ടും ഡ്രൈവ് ചെയ്യും, ഞാൻ സ്മൂത്തായിട്ടും ഡ്രൈവ് ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് ആളുകൾക്ക് ഈ വാഹനം സൂട്ടബിൾ ആയിരിക്കും. ഈ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നിസാൻ പോലുള്ളൊരു വാഹനം സൂട്ടബിൾ ആയിരിക്കും അല്ലേ?
കഴിഞ്ഞ 3 വർഷം കൊണ്ട് തന്നെ നിസ്സാൻ അവരുടെ പ്ലാറ്റ്ഫോം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി കേരളത്തിൽ വരും കാലങ്ങളിൽ ഈ വാഹനം സജീവമായിക്കൊണ്ടിരിക്കും. നിസ്സാൻ ടെറാനോയുടെ വിശേഷങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. അണ്ടിൽ ദെൻ ഡ്രൈവ് സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.